ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. പതുക്കെ വായിങ്ങോട്ട്. എന്തിനാ അവിടെ വലിഞ്ഞു കയറിയത്? ഇങ്ങനെ ശ്രദ്ധയില്ലാതെ പെരുമാറാൻ പാടുണ്ടോ? വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നീ മറന്നോ? വേറെ ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ. ചിരിക്കുന്നോ? എന്നെ അടിക്കാൻ കഴിയുമോന്നിയല്ലേ? ഞാനൊരു പാവല്ലേ ഗൗതം? ഞാൻ ചുമ്മാ കാണിച്ചല്ലേ. എന്റെ ചക്കരെ ഞാൻ തല്ലൂ. നോക്ക, ഇനി മേലിൽ ഉയരത്തിൽ ഇങ്ങനെയൊന്ന് വലിഞ്ഞു പിടിച്ച് കയറിക്കരുത് കേട്ടോ. അപ്പൊ പിന്നെ ഈ വീട്ടിലെ ഒരു ജോലി ഞാൻ ചെയ്യണ്ടേ? ഒരു ജോലിയും ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ഞാൻ ചെയ്യും. സാറിന് ഓഫീസിൽ പോവണ്ടേ? എന്റെ കുഞ്ഞിനും അതിന്റെ അമ്മയ്ക്കും വേണ്ടി ഞാൻ എന്തും മാറ്റിവെക്കും. സ്വത്ത്, പണം, ബിസിനസ്, ജോലി എല്ലാം സർവ്വതും നിങ്ങൾക്ക് രണ്ടുപേർക്കും താഴെയേ വരൂ. ഒരുപാട് അങ്ങ് സോപ്പിടല്ലേ സാറ്? വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ കണ്ണു നീറും. അങ്ങനെ കണ്ണു നീറിയാലേ കുഞ്ഞിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് നല്ല ചൂട് മുത്തം കൊടുത്താ മതി. ആ കണ്ണുനീര് അതോടെ മാറിക്കോളും. അയ്യടാ. അതെ, സാർ ഇവിടെ നിക്ക്, ഞാൻ ടെറസ് പോയി തുണി എടുത്തിട്ട് വരാം. എന്താ പറഞ്ഞേ? ടെറസിൽ പോകുന്നോ? തുണി എടുക്കുന്നോ? പിന്നല്ലാതെ കഴുകിയിട്ട തുണി ഉണങ്ങിയാ പിന്നെ എടുക്കണ്ടേ? അപ്പൊ തുണി അലക്കി വിരിച്ചോ? മുഷിഞ്ഞ തുണികള് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി. അതെടുത്ത് അങ്ങോട്ട് വിരിക്കുന്നത് അത്ര വലിയ ഭാരിച്ച ജോലിയൊന്നും അല്ലല്ലോ ഗൗതം. വേണ്ട വേണ്ട, ഭാരിച്ചതാണേലും അല്ലേലും നീ ഒരു ജോലിയും ചെയ്യണ്ട. ഇവിടെ ഇരിക്ക, ഇവിടെ സൂക്ഷിച്ചിരിക്ക. നോക്കുന്നതി, ഇനി അങ്ങോട്ട് എന്ത് ജോലി നീ എന്നോട് പറഞ്ഞാ മതി. തുണി അലക്കലും അയൺ ചെയ്യലും മുറ്റമടിക്കലും എല്ലാം ഞാൻ തന്നെ ചെയ്യും. ശരി ശരി, സമ്മതിച്ചു. ഇവിടെ ഇരിക്കേ. ഈ ചാടി എന്നിട്ട് നീ അങ്ങോട്ടേ പോണേ? സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. എന്റെ പൊന്നോ, ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി എഴുന്നേറ്റതാ. അതെന്നോട് പറയണം, ഞാൻ എടുത്തു തരും. കുടിക്ക. കുറേശ്ശെ കുടിക്കണം. കുടിക്കാലോ? കുടിക്കും. ശുദ്ധജലം കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് നല്ലതാ.